നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഡേറ്റിംഗ് ആപ്പ് ഉപയോഗപ്പെടുത്തി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവം. കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പോലീസ് പെട്രോളിംഗിനിടെ കാർ പോലീസ് വാഹനം ഇടിച്ച് കുഴിയിലിട്ടു. കാസർഗോഡ് ബേഡകത്താണ് സംഭവം. കർണാടകയെ നടുക്കിയ ചാഡ്ചൻ SBI ശാഖയിലെ കൊള്ളയിൽ പോലീസ് അന്വേഷണം ഊർജിതം. സ്വർണത്തിന്റെയും പണത്തിന്റെയും ഒരു ഭാഗം കണ്ടെത്തി. കാസർഗോഡ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗ് നടന്നു. 15 പരാതികൾ പരിഗണിച്ചു. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂരിൽ തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു ഉദ്ഘാടനം ചെയ്തു. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം 21-ന് ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. കാഞ്ഞിരപ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഉച്ചഭക്ഷണ മെനുവിൽ ചിക്കൻ മന്തി. കുട്ടികളിൽ കൗതുകവും സന്തോഷവും നിറച്ച് ഉച്ചഭക്ഷണ മെനു. വാർത്തകൾ വിശദമായി. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗപ്പെടുത്തി ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കോഴിക്കോട് ഈയാട് കാവിലുംപാറ MP അജുലാലാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 13ആയി. തൃക്കരിപ്പൂർ ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ സമൂഹ മാധ്യമമായ ഡേറ്റിംഗ് ആപ്പിലൂടെ ബന്ധപ്പെട്ട് ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. കോഴിക്കോട് ഈയാട് കാവിലുംപാറ MP അജുലാലനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 16 പ്രതികളിൽ ഇനി 3 പേരെ മാത്രമാണ് അന്വേഷണ സംഘം പിടികൂടുവാനുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിലായി 15 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നത്. ഇതിനകം അറസ്റ്റ് ചെയ്ത 13 പേരെ വിവിധ സ്ഥലങ്ങളിലായി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തൃക്കരിപ്പൂരിലെ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് സിറാജ് വടക്കുംപാട് ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിൽ വിവിധ സ്ഥലങ്ങളിലായി നടന്നുവരുന്നതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ബേഡകത്ത് രാത്രി പെട്രോളിംഗ് നടത്തുന്നതിനിടെ പോലീസ് വാഹനം ഇടിച്ച് കുഴിയിലിട്ടു. സംഭവത്തിൽ ബേഡകം സ്റ്റേഷനിലെ CPO രാകേഷിന് പരിക്കേറ്റു. ഒരു കാർ പോലീസിനെ കണ്ട് കടന്നു കളയുവാൻ ശ്രമിക്കുകയും ഈ കാറിനെ പിന്തുടരവേ പോലീസ് വാഹനത്തെ ഇടിച്ച് കുഴിയിലിടുകയുമായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ KCN ന്യൂസിന്. രാത്രികാല പെട്രോളിംഗ് നടത്തുകയായിരുന്ന ബേഡകം പോലീസ് വാഹനത്തെ ആൾട്ടോ കാർ ഇടിച്ച് കുഴിയിലിട്ടു. 4ാമത്തെ ഇടിയിലാണ് പോലീസ് വാഹനം കുഴിയിലേക്ക് തെറിച്ചു വീണത്. വ്യാഴാഴ്ച രാത്രി 11:30 മണിയോടെയായിരുന്നു സംഭവം. ASIയുടെ നേതൃത്വത്തിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്നു ബേഡകം പോലീസ്. പള്ളത്തുങ്കാൽ എന്ന സ്ഥലത്ത് നിന്നും സംശയാസ്പദമായ സാഹചര്യത്തിൽ വന്ന ആൾട്ടോ കാറിനെ കൈകാണിച്ചുവെങ്കിലും നിർത്തിയില്ല. പോലീസ് പിന്തുടർന്നതോടെ കാർ കുറ്റിക്കോലിലെത്തുകയും ബന്ദർക്ക ഭാഗത്തേക്ക് പോകുകയും ചെയ്തു. വീണ്ടും കുറ്റിക്കോൽ ഭാഗത്തേക്കെത്തുകയും പള്ളത്തുങ്കാലിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. കാറിനെ പിടികൂടുവാനായി ഓവർടേക്ക് ചെയ്യുവാൻ ശ്രമിച്ച സമയത്തെല്ലാം പോലീസ് വാഹനത്തെ ഇടിച്ച് തെറിപ്പിച്ചാണ് കാർ പോയത്. ഇത്തരത്തിൽ 3 തവണയാണ് കാർ പോലീസ് വാഹനത്തെ ഇടിച്ചത്. പള്ളത്തുങ്കാലിൽ നിന്നും കാർ ചുള്ളിക്കര റോഡിലേക്ക് തിരിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ എതിർഭാഗത്തു നിന്നും മറ്റൊരു വാഹനം എത്തുകയും ഈ സമയത്ത് കാറിനെ മറികടക്കുവാൻ പോലീസ് വാഹനം ശ്രമം നടത്തുകയും ചെയ്തു. എന്നാൽ കാർ കൊണ്ട് ശക്തമായി ഇടിപ്പിച്ചതോടെ പോലീസ് വാഹനം റോഡരികിലെ കുഴിയിലേക്ക് വീണു. സംഭവത്തിൽ CPO രാകേഷിൻ്റെ കൈമുട്ടിന് പരിക്കേറ്റു. ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ കാർ കണ്ടെത്തുവാൻ പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കർണാടകയെ നടുക്കി വിജയപുര ജില്ലയിലെ ചാഡ്ചൻ നഗരത്തിലെ SBI ശാഖയിൽ നടന്ന കൊള്ളയിൽ പോലീസ് അന്വേഷണം ഊർജിതം. സ്വർണം ഉൾപ്പെടെ ഏകദേശം 20 കോടിയാണ് കവർച്ച ചെയ്യപ്പെട്ടത്. സ്വർണത്തിന്റെയും പണത്തിന്റെയും ഒരു ഭാഗം മഹാരാഷ്ട്രയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് തുടരന്വേഷണത്തിൽ നിർണായകമാകും. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം കത്തിയും തോക്കുമെടുത്ത് ജീവനക്കാരെ കെട്ടിയിട്ടാണ് ബാങ്കിൽ കവർച്ച നടത്തിയത്. ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 മണിയോടെയാണ് കർണാടകയെ ഞെട്ടിച്ച് വിജയപുര ജില്ലയിലെ ചാഡ്ചൻ നഗരത്തിലെ SBI ശാഖയിൽ കവർച്ച നടന്നത്.
അക്കൗണ്ട് തുറക്കുവാനെന്ന വ്യാജേനയാണ് കൊള്ള സംഘം എത്തിയത്. പിന്നാലെ മാനേജരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ജീവനക്കാരുടെ കൈക്കാലുകൾ കെട്ടിയിട്ട ശേഷമാണ് സംഘം പണവും സ്വർണവുമായി കടന്നുകളഞ്ഞത്. 20 കിലോഗ്രാം വരുന്ന സ്വർണവും 1 കോടിയോളം രൂപയുമാണ് കവർച്ച ചെയ്യപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്. 20 കോടിയുടെ മൂല്യമാണ് ഇതിന് കണക്കാക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ കാറിലാണ് സംഘം എത്തിയതെന്നും അതിലെ നമ്പർ വ്യാജമാണെന്ന് തെളിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. ബാങ്ക് മാനേജരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഊർജിതമായ അന്വേഷണമാണ് നടത്തിവരുന്നത്. കൊള്ളസംഘത്തിൻ്റെ പക്കൽ നാടൻ തോക്കുകളും മറ്റായുധങ്ങളും ഉണ്ടായിരുന്നതായി മാനേജർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനിടെ കവർച്ച പോയ സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും ഒരു ഭാഗം മഹാരാഷ്ട്രയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. സോലാപൂർ ജില്ലയിലെ ഹുലജണ്ട എന്ന ഗ്രാമത്തിലെ ഒരു വീട്ടിൽ നിന്നാണ് ബാഗ് കണ്ടെത്തിയത്. ബാഗിനകത്ത് എത്ര സ്വർണവും പണവുമുണ്ടെന്ന് വ്യക്തമല്ല. കർണാടകയിൽ നിന്നും എത്തിയ പോലീസ് സംഘവും മഹാരാഷ്ട്രയിലെ പോലീസും ഇത് തിട്ടപ്പെടുത്തി വരികയാണ്. ബാഗ് കിട്ടിയെങ്കിലും പ്രതികളെ ആരെയും ഇനിയും പിടികൂടുവാൻ സാധിച്ചിട്ടില്ല. രക്ഷപ്പെട്ട പ്രതികളുടെ പക്കൽ ഇനിയും 2 ബാഗുകളിലായി സ്വർണവും പണവും ഉണ്ടെന്നാണ് കരുതുന്നത്. മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. ഇത് ശരിവയ്ക്കുന്ന തരത്തിൽ കൊള്ളയ്ക്ക് ശേഷം സംഘം രക്ഷപ്പെട്ടെന്ന് കരുതുന്ന വാഹനം മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വർഷം വിജയപുര ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 2ാമത്തെ ബാങ്ക് കൊള്ളയാണിത്. മണകുളി പട്ടണത്തിലുള്ള കാനറ ബാങ്ക് ശാഖയിൽ നിന്നും ഏകദേശം 59 കിലോ ആഭരണങ്ങളും 5.2 ലക്ഷം രൂപയും മെയ് മാസത്തിലാണ് കവർച്ച പോയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി.കെ. രാമകൃഷ്ണൻ കാസർഗോഡ് കളക്ടറേറ്റിൽ ഹിയറിംഗ് നടത്തി. ഹിയറിംഗിൽ 15 പരാതികൾ പരിഗണിച്ചു. വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടുന്ന ഔദ്യോഗിക ഫയലുകൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് അഡ്വക്കേറ്റ് ടി.കെ. രാമകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി.കെ. രാമകൃഷ്ണൻ കാസർഗോഡ് കളക്ടറേറ്റിൽ ഹിയറിംഗ് നടത്തി. വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടുന്ന ഔദ്യോഗിക ഫയലുകൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ഹിയറിംഗിന് ശേഷം സംസാരിക്കവേ അഡ്വക്കേറ്റ് ടി.കെ. രാമകൃഷ്ണൻ പറഞ്ഞു. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ പാസാക്കിയ വളരെ ജനകീയമായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം നടപ്പായിട്ട് 20 വർഷം പൂർത്തിയാവുകയാണ്. ഈ വരുന്ന ഒക്ടോബർ 12-ാം തീയതി ആകുമ്പോഴേക്കും അത് പൂർണ്ണമായി നടപ്പിൽ വന്നതിൻ്റെ 20 വർഷം പൂർത്തിയാവുകയാണ്. പക്ഷെ ഇപ്പോഴും വിവരങ്ങൾ ലഭിക്കുന്നതിന് വളരെയധികം താമസം നേരിടുന്നതായിട്ടാണ് കമ്മീഷൻ കാണുന്നത്. അതിന് പ്രധാനമായിട്ടും വിവരം നൽകാൻ പല ഉദ്യോഗസ്ഥരും തയ്യാറാവാത്ത ഒരവസ്ഥയുണ്ട്. ഓരോ ഓഫീസിലും ഉള്ള രേഖകൾ അവിടെ സൂക്ഷിച്ചു വെക്കണമെന്ന് വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 4 പ്രകാരവും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് ആ നിയമം വന്നിട്ട് 120 ദിവസം കൊണ്ട് അത് നടപ്പിൽ വരുത്തണം എന്നുള്ളതാണ് പറഞ്ഞിട്ടെങ്കിലും 20 വർഷമായിട്ടും പല ഓഫീസുകളിലും ഈ വിവരങ്ങൾ മുഴുവൻ ക്രോഡീകരിച്ച് അത് പട്ടിക വേർതിരിച്ച് സൂക്ഷിച്ചതായിട്ട് ഇപ്പോഴും കാണുന്നില്ല. വിവരാവകാശത്തിലൊന്നും ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും അറിയാനുള്ള അവകാശം അവർക്കുണ്ട്. ഹിയറിംഗിൽ 15 പരാതികൾ പരിഗണിച്ചു. ഇതിൽ 13 തത്സമയം തീർപ്പാക്കി. ഹിയറിംഗിൽ ഹാജരാകാത്ത ഉദ്യോഗസ്ഥർക്ക് സമൻസ് അയക്കുമെന്നും വിവരാവകാശ കമ്മീഷണർ അറിയിച്ചു. വേണ്ടത്ര വ്യക്തത വരുത്തിയിട്ട് കാണാത്തതിനാൽ അത് ക്ലിയർ ആയിട്ട് തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചില രേഖകൾ ചില ഓഫീസുകളിൽ ഇല്ലെങ്കിൽ എങ്ങനെ നഷ്ടപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ചായിരിക്കണം, അല്ലെങ്കിൽ അത് ചില രേഖകൾ പുനഃസൃഷ്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കമ്മീഷൻ കൈകാര്യം ചെയ്തത് പ്രധാനമായിട്ട് 15 കേസുകളാണ്. അതിൽ അപ്പീൽ പെറ്റീഷൻ ഉണ്ടായിരുന്നു, പരാതി പെറ്റീഷൻ ഉണ്ടായിരുന്നു. ഇതിലിപ്പോഴേ 1-2 അപ്പീൽ അധികാരികൾ ഇതിൽ ഹാജരാവാത്തവരും മറ്റന്നാൾ ഞാൻ തലശ്ശേരിയിൽ ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. അവിടെ ഹാജരാകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് റിപ്പോർട്ടുകൾ തരാത്തവർ തന്നെ ഉടനെ തരേണ്ടതാണ്. വിവരാവകാശത്തിന് അതിൻ്റെ ഗൗരവത്തോടുകൂടി കണ്ട് തന്നെ നടപടികൾ SPIOമാർ സ്വീകരിക്കേണ്ടതാണ്. ഇതുമായി കൂടുതൽ അവയർനെസ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമാണെന്നാണ് ഇപ്പോൾ കാണുന്നത്. അതിനുള്ള ട്രെയിനിങ് പരിപാടി ഉടനെ തന്നെ.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂരിൽ തുടങ്ങി. നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു. റവന്യൂ ജില്ലയ്ക്ക് കീഴിലെ 7 ഉപജില്ലകളിൽ നിന്നുമെത്തിയ ടീമുകളാണ് പ്രാഥമിക ഘട്ടത്തിൽ ഏറ്റുമുട്ടിയത്. ക്വാർട്ടർ ഫൈനലിൽ ബേക്കൽ ഉപജില്ലയെ തോൽപ്പിച്ച് കാസർഗോഡ് ഉപജില്ലയും മഞ്ചേശ്വരത്തെ മറികടന്ന് ഹൊസ്ദുർഗ് സബ് ജില്ലയും ചിറ്റാരിക്കാൽ ഉപജില്ലയെ തോൽപ്പിച്ച് കുമ്പളയും സെമിയിൽ കടന്നപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ ചെറുവത്തൂർ ഉപജില്ലയാണ് 4ാമത്തെ ടീം. സ്കൂൾ സീനിയർ വനിതാ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് കാസർഗോഡ് ഉപജില്ലാ ടീമും ഹൊസ്ദുർഗ് ഉപജില്ലയും യോഗ്യത നേടി. റവന്യൂ ജില്ലാ സ്കൂൾ സീനിയർ ചാമ്പ്യൻഷിപ്പ് വെള്ളിയാഴ്ച രാവിലെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കനില ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ധർമ്മസ്ഥല ക്ഷേത്ര ധർമാധികാരി വീരേന്ദ്ര ഹെഗഡെ നവീകരണ പ്രവൃത്തിക്കായി സാമ്പത്തിക സഹായം നൽകി. ചടങ്ങിൽ ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതിയുടെ ഭാരവാഹികളും ജനജാഗൃതി നേതാക്കളും ക്ഷേത്ര സമിതിക്ക് 5 ലക്ഷം രൂപയുടെ DD കൈമാറി. ചരിത്രപ്രസിദ്ധമായ കനില ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ ധർമാധികാരി വീരേന്ദ്ര ഹെഗഡെ നവീകരണ പ്രവൃത്തിക്കായി സാമ്പത്തിക സഹായം നൽകി. രാവിലെ ക്ഷേത്ര പരിസരത്ത് നടന്ന ലളിതമായ ചടങ്ങിൽ ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതിയുടെ ഭാരവാഹികളും ജനജാഗൃതി നേതാക്കളും ക്ഷേത്ര സമിതിക്ക് 5 ലക്ഷം രൂപയുടെ DD കൈമാറി. ജനജാഗൃതി വേദികയുടെ പ്രസിഡന്റ് ഡോക്ടർ ജയപ്രകാശ് നാരായണൻ, ഗ്രാമവികസന പ്രൊജക്ട് ഓഫീസർ ശശികല, ജീർണോദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് പത്മനാഭ കടപ്പുറ, ഗോപാൽ ഷെട്ടി അരിബയിൽ, വാരിജ, അശ്വത് പൂജാരി ലാൽബാഗ്, ദിനേശ് ചെറുകോളി, രാമകൃഷ്ണ സന്തടുക്ക, അഡ്വക്കേറ്റ് നവീൻ രാജ്, ആദർശ് BM, ഭരണസമിതി വനിതാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ಕೇವಲ 1-2-3 ವಾರಗಳ ಕಾಲದಲ್ಲಿ ರು 5 ಲಕ್ಷದ ಒಂದು ಧನ ಸಹಾಯ ಇಲ್ಲಿಗೆ ಬಂದಿದೆ. ದೇವಸ್ಥಾನಗಳಿಗೆ ಸ್ವಲ್ಪ ಹೆಚ್ಚಿನ ಮೊತ್ತದಲ್ಲಿ ಬರ್ತದೆ. ಹಾಗೆ ಇದು ಕೂಡ ನಾವು ನಿರೀಕ್ಷಿಸಿದ್ದಕ್ಕಿಂತ ದೊಡ್ಡದಾದ ಮೊತ್ತ ಭಗವತಿ ಕ್ಷೇತ್ರಕ್ಕೆ ಬಂದಿದೆ. ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಕೂಡ ಅಲ್ಲಿಯ ಆಶೀರ್ವಾದ, ಸಹಾಯ ಮತ್ತು ಪ್ರಸಾದ ಸದಾ ಇಲ್ಲಿಗೆ ಇರಲಿ ಅಂತ ಹೇಳುವಂತಹ ಒಂದು ಬಯಕೆಯನ್ನು ಆಶಯವನ್ನು ವ್ಯಕ್ತಪಡಿಸ್ತಾ ಇಲ್ಲಿಯ ಆರಾಧನೆ ಮಾಡುವಂತಹ ಅದರ ಕಾರಣವರವರು ಬಹಳ ಸುಂದರವಾಗಿ ಇಲ್ಲಿ ಪ್ರಸ್ತಾಪ ಮಾಡಿದ್ದಾರೆ. ಆ ತಾಯಿ ಅಣ್ಣಪ್ಪ ಸ್ವಾಮಿ ಹಾಗೆ ಮಂಜುನಾಥೇಶ್ವರ ನಮಗೆಲ್ಲರಿಗೂ ಹೇಗೆ ಧರ್ಮಸ್ಥಳಕ್ಕೆ ಬಂದರೆ ಇದು ಯಾರಿಗೂ ಬರ್ಬೋದಾದಂತಹ ಸನ್ನಿವೇಶಗಳು, ಆ ಎಲ್ಲ ಕಷ್ಟಗಳನ್ನು ದೂರೀಕರಿಸಲಿ, ನಾವೆಲ್ಲರೂ ಬಹಳ ಒಂದು ಒಮ್ಮತದಿಂದ ಒಗ್ಗಟ್ಟಿನ ಮುನ್ನಡೆಯುವಂತಹ ಒಂದು ಮಾರ್ಗವನ್ನು ತೋರಲಿ ಅಂತ ತಾಯಿಯ ಮುಂದೆ ಪ್ರಾರ್ಥನೆ ಈಗಾಗಲೇ ಮಾಡಿದ್ದಾರೆ. ಆ ರೀತಿಯಾದಂಥ ಆ ಪ್ರಾರ್ಥನೆ ಫಲಿಸಿ ಇಲ್ಲಿ ಸೇರಿದಂಥ ಸಮಸ್ತ ಸೇವೆ ಮಾಡುವಂತಹ ಕಾರಣವರು ಇರ್ಬೋದು ಅಥವಾ ಸೇರಿದಂಥ ಮಾತೆಯರು ಮತ್ತು ಇಷ್ಟು ಮಂದಿ ಸಮಾಜದ ಗಣ್ಯರು ಸೇರಿ ಮಾಡಿದಂತಹ ಪ್ರಾರ್ಥನೆ ಫಲಿಸಲಿ ಮತ್ತು ಧರ್ಮಸ್ಥಳಕ್ಕೆ ಬಂದಂತಹ ಏನು ಆ ಕತ್ತಲೆ ಇದೆ ಅದು ಮರೆಯಾಗಿ ಬೆಳಕು ಕಾಣಲಿ ಅಂತ ಹೇಳುವಂತಹ ಆಶಯವನ್ನು ಕೂಡ ವ್ಯಕ್ತಪಡಿಸ್ತಾ ಬಂದಂತಹ ಮೊತ್ತ ಅದು ಪ್ರಸಾದ ರೂಪಿ ಮೊತ್ತ. ಆ ಮೊತ್ತ ದೊಡ್ಡದಾಗಿ ಇಲ್ಲಿಗೆ 5 ಲಕ್ಷ 50 ಲಕ್ಷ 5 ಕೋಟಿಯಾಗಿ ಅದು ಇಲ್ಲಿಗೆ ಪರಿವರ್ತನೆಗೊಂಡು ಈ ಕ್ಷೇತ್ರ ಆದಷ್ಟು ಬೇಗ ಬೆಳಗಿ ಸಮಸ್ತ ಈ ಭಾಗದ ಮತ್ತು ಇಲ್ಲಿಗೆ ಬರುವಂಥ ಎಲ್ಲ ಭಕ್ತಾದಿಗಳಿಗೆ ಒಳ್ಳೆಯದನ್ನು ಮಾಡಲಿ. അബ്ദുൽ ഉദിയാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ലോകോത്തര നിലവാരത്തിലുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് യോഗ്യതയുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു.
ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിജയോത്സവം ശ്രദ്ധേയമായി. പ്രൗഢമായ ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം ഇന്ന് ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതിയിലൂടെ കടന്നുപോകുകയാണെന്നും ലോകോത്തര നിലവാരത്തിലുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് യോഗ്യതയുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. വിദ്യാഭ്യാസം ക്ലാസ് മുറികളിലോ പുസ്തകങ്ങളിലോ ഒതുങ്ങാതെ പ്രകൃതിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ജീവിത വിജയത്തിന് നല്ല കാര്യങ്ങൾ പകർത്തുന്നതിന് കുട്ടികൾക്ക് കഴിയണം. ആധുനിക സാങ്കേതിക വിദ്യ അനുദിനം മുന്നേറുന്ന കാലത്ത് നല്ലത് മാത്രം സ്വീകരിച്ച് മുന്നോട്ടു പോകുവാൻ കുട്ടികൾക്ക് കഴിയണം. കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ മകന്റെ അധ്യാപകന് അയച്ച കത്തിലെ വാക്കുകൾ ഉദ്ധരിച്ചായിരുന്നു MP സംസാരിച്ചത്. മത്സരാധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ്. ആ മത്സരാധിഷ്ഠിതമായ വ്യവസ്ഥിതിയിലൂടെ കടന്നു പോകുമ്പോൾ ലോകോത്തര നിലവാരമുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. PTA പ്രസിഡന്റ് K. മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ TK മുഹമ്മദ് മുനീർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ തെക്കിൽ, പ്രിൻസിപ്പൽ MJ ടോമി, PTA വൈസ് പ്രസിഡന്റ് PK വിനോദ് കുമാർ, പ്രഥമ അധ്യാപകൻ PV മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പരീക്ഷയിൽ A+ നേടിയ 128 കുട്ടികളെയും +2 പരീക്ഷയിൽ A+ നേടിയ 57 കുട്ടികളെയും MP ഉപഹാരം നൽകി അനുമോദിച്ചു. ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെയാണ് കുട്ടികളെയും MPയെയും വേദിയിലേക്ക് ആനയിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദിനൂർ താജുൽ ഉലമ സുന്നി മദ്രസ ദശവാർഷികാഘോഷത്തിൻ്റെയും മീലാദ് ക്യാമ്പയിൻ്റെയും സമാപന പരിപാടികൾക്ക് തുടക്കമായി. പ്രത്യേകം MG താജുദ്ദീൻ നഗരിയിൽ ഗ്രാൻഡ് ബുർദ മജ്ലിസോടെയാണ് 4 ദിവസം നീളുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. അഖിലേന്ത്യാ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിന് കീഴിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡ് സിലബസിൻ്റെ ഉദിനൂർ കേന്ദ്രമാക്കി 10 വർഷമായി പ്രവർത്തിച്ചു വരുന്ന താജുൽ ഉലമ സുന്നി മദ്രസയുടെ ദശവാർഷികാഘോഷ പരിപാടികളുടെയും മദ്രസയുടെ മീലാദ് ക്യാമ്പയിൻ്റെ സമാപന ഭാഗമായാണ് ഗ്രാൻഡ് ബുർദ മജ്ലിസ് നടന്നത്. മുനീർ മിസ്ബാഹി, ഇബ്രാഹിം അമാനി ചുഴലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉദിനൂർ സുന്നി സെന്ററിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ AG സൈനുദ്ദീൻ നഗരിയിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയുടെ 2ാം ദിനം ആത്മീയ മജ്ലിസും സൗജന്യ മെഡിക്കൽ കാർഡ് വിതരണവും നടക്കും. 3ാം ദിവസം മദ്രസ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ നടക്കും. സമാപന ദിവസമായ ഞായറാഴ്ച മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്, സ്കൗട്ട്, ഫ്ലവർ ഷോ തുടങ്ങിയ പരിപാടികൾക്ക് പുറമെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഉദിനൂരുകാരായവർക്കുള്ള ടാലന്റ് അവാർഡ് വിതരണവും നടക്കും.
ഡൽഹിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്ത തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവയെയും ചടങ്ങിൽ ആദരിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 21-ന് ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോടിക്കണക്കിന് പ്രവാസികളെ കൊള്ളയടിക്കുന്നതിന് വിമാന കമ്പനികൾക്ക് സൗകര്യമൊരുക്കിയത് കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേട് മൂലമാണെന്നും ഇതുൾപ്പെടെ പ്രവാസികളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും പ്രവാസി സംഘം ഭാരവാഹികൾ പറഞ്ഞു. 7ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന കാസർഗോഡ് ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 21-ന് രാവിലെ 10 മണിക്ക് ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിൽ പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷാ കടലുണ്ടി ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ 12 ഏരിയകളിലും സമ്മേളനം പൂർത്തീകരിച്ച് നിശ്ചയിച്ച 250 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിൽ സംസ്ഥാന നേതാക്കളായ P. സൈതാലിക്കുട്ടി, R. ശ്രീകൃഷ്ണപിള്ള, CK കൃഷ്ണദാസ് ഉമ്മർ, പ്രശാന്ത് കുട്ടമ്പള്ളി എന്നിവർ വിവിധ സെഷനുകളിലായി പങ്കെടുക്കും. കാസർഗോഡ് ജില്ലയിൽ പ്രവാസി സംഘം നിയന്ത്രണത്തിൽ നിക്ഷേപം, വായ്പ തുടങ്ങി ഇടപാടുകൾ നടത്തുന്ന സംഘങ്ങൾ ഉൾപ്പെടെ 6 സഹകരണ സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഗാർമെന്റ്സ്, കാറ്ററിംഗ് എന്നിവയ്ക്കൊപ്പം ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങളുമുണ്ട്. ഒക്ടോബർ 10-നുള്ളിൽ ജില്ലാ സമ്മേളനത്തെ പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 21-ന് ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിൽ ശ്രീ ബാലകൃഷ്ണൻ നടക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ 769 യൂണിറ്റുകൾ സമ്മേളനം പൂർത്തീകരിച്ച് അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ലഭിക്കാത്ത രീതിയിൽ പ്രവാസികൾക്ക് ലഭിക്കുന്ന പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ പരമാവധി പ്രവാസികൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ ഏറെയുള്ള പ്രദേശമാണ്. ഇനി ഒട്ടേറെ പ്രവാസികൾ സംഘങ്ങൾക്ക് പുറത്തിറങ്ങി കക്ഷി രാഷ്ട്രീയത്തിൽ അംഗീകമായി പ്രവർത്തിക്കുന്ന സംഘടനാ നൽകി പ്രവാസികളായിരിക്കുന്ന എല്ലാ മലയാളികളെയും ഈ സംഘടനയ്ക്ക് ഉള്ളിൽ കൊണ്ടുവരണമെന്നും അവർക്ക് അർഹതപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള ഒരു ലക്ഷ്യം നൽകുന്നു. സംഘാടക സമിതി ചെയർമാൻ K. ബാലകൃഷ്ണൻ, കൺവീനർ PP സുധാകരൻ, പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി PK അബ്ദുല്ല, ജില്ലാ പ്രസിഡന്റ് O. നാരായണൻ, സെക്രട്ടറി P. ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കഴിഞ്ഞ ബജറ്റിൽ ഇരിയ പറക്കളായി റോഡിന് കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിച്ചത് 1 കോടി രൂപ. പ്രസ്തുത റോഡിൽ ഇതുവരെയായും ടാറിംഗ് ചെയ്യാത്ത വലിയടുക്കം മുതൽ പറക്കളായി വരെയുള്ള 800 മീറ്റർ ഭാഗം ടാർ ചെയ്യാൻ ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യം BJP 59ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇരിയ പറക്കളായി റോഡിന് കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിച്ച 1 കോടി രൂപ പ്രസ്തുത റോഡിൽ ഇതുവരെയും ടാറിംഗ് ചെയ്യാത്ത വലിയടുക്കം മുതൽ പറക്കളായി വരെയുള്ള 800 മീറ്റർ ഭാഗം ടാർ ചെയ്യാൻ ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യം BJP 59ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി നമ്മൾ വളരെയധികം സന്തോഷിച്ചു. നമുക്കറിയാം, ഏതൊരു റോഡും അതിൻ്റെ പ്രാബല്യത്തിൽ എത്തുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അതുപോലെ നമുക്കറിയാം, പറക്കളായി 3-ാം മൈൽ പറക്കളായി റോഡ് തമ്പാട്ടം പറഞ്ഞാൽ ഒരുപാട് നമ്മൾ സമരവും മറ്റും നടത്തിയിട്ടാണ് ഇന്ന് ആ റോഡ് പകുതിയെങ്കിലും പുതങ്ങാനം വരെയെങ്കിലും മെക്കാടൻ ടാറിംഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചത്. അതുപോലെ തന്നെ കാരാക്കോട് എത്തിക്കാൻ റോഡ്, അതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ എല്ലാ ദിവസവും ജില്ലാ പഞ്ചായത്തിലും PMGY അവരെ ഉദ്യോഗസ്ഥന്മാരെയും കണ്ട് അങ്ങനെയാണ് ആ റോഡുണ്ടായത്, അല്ലാതെ തന്നെ അത് വന്നതല്ല. അതുപോലെ തന്നെ നമുക്ക് ഈ റോഡും അതിശക്തമായി ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് കൊണ്ടൊന്നും ഈ റോഡ് നമുക്ക് ശാശ്വതമാക്കാൻ വേണ്ടി പറ്റില്ല. സമരങ്ങൾ നടത്തിയാൽ മാത്രമേ കരയുന്ന കുഞ്ഞിനെ പാലില്ലെന്നൊരു നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇനി ഈ റോഡ് നമുക്ക് ടാർജ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. യോഗത്തിൽ BJP ജില്ലാ കമ്മിറ്റി അംഗം അശോക് മേലത്ത്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രേംരാജ് കാലിക്കടവ്, വെള്ളരിക്കുണ്ട് മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പറക്കളായി, കർഷക മോർച്ച ജില്ലാ അധ്യക്ഷൻ സുകുമാരൻ കാലിക്കടവ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് വിജയൻ മുളവന്നൂർ, BMS മേഖലാ സെക്രട്ടറി തമ്പാൻ പറക്കളായി, ജഗദീഷ് വലിയടുക്കം, അനീഷ് അടുക്കത്ത് വയൽ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞിരപ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഉച്ചഭക്ഷണ മെനുവിൽ ചിക്കൻ മന്തി കുട്ടികളിൽ കൗതുകവും സന്തോഷവും നിറയ്ക്കുന്നതായി ഈ ഉച്ചഭക്ഷണ മെനു മാറി.
ഓണപ്പരീക്ഷയും ഓണാഘോഷവും ഓണാവധിയും കഴിഞ്ഞെത്തിയ കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ഉച്ചഭക്ഷണം തയ്യാറാക്കിയാലോ എന്ന ചിന്തയാണ് കാഞ്ഞിരപ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഉച്ചഭക്ഷണ മെനുവിൽ ചിക്കൻ മന്തി സ്ഥാനമുറപ്പിക്കാനുള്ള കാരണം. പ്രീ പ്രൈമറി മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂളിലെ 450ഓളം വരുന്ന കുട്ടികൾക്കും 24 അധ്യാപകർ, 4 അനധ്യാപകർ, PTA, MPTA, നാട്ടുകാർ എന്നിവർ ചേർന്ന് 600ഓളം പേർക്കാണ് വ്യാഴാഴ്ച ഉച്ചയൂണിന് പകരം ചിക്കൻ മന്തി വിളമ്പിയത്. അധ്യാപകരും SMCയും PTAയും ചേർന്നാണ് നാവിൽ രുചിയൂറും ചിക്കൻ മന്തി തയ്യാറാക്കി നൽകിയത്. 70 കിലോ കോഴിയിറച്ചിയും 80 കിലോ അരിയും ഇതിനായി ഉപയോഗിച്ചു. ഇതും മറ്റു ചേരുവകളുമെല്ലാം കൂട്ടായ പ്രയത്നത്തിലൂടെ എത്തിച്ചു. PTA വൈസ് പ്രസിഡന്റ് നാരയിലെ ഷെഫീഖും ഭാര്യ സുനീറയുമാണ് കൊതിയൂറും മന്തി തയ്യാറാക്കിയത്. ഒപ്പം PTA പ്രസിഡന്റ് V മുകേഷ്, SMC ചെയർമാൻ K വിജേഷ്, MPTA പ്രസിഡന്റ് C മല്ലിക, പ്രധാനാധ്യാപിക K ശ്രീകല എന്നിവരും PTA അംഗങ്ങൾ, അധ്യാപകരും സഹായത്തിനൊപ്പമുണ്ടായിരുന്നു. ഓണത്തിന് പായസത്തോടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിരുന്നു. ഓണത്തിന് മുൻപ് ഫ്രൈഡ് റൈസ് നൽകിയിരുന്നു. ഇപ്പോൾ മന്തിയും കൂടിയായപ്പോൾ കുട്ടികളെല്ലാവരും ഹാപ്പിയാണ്. വരും ദിവസങ്ങളിൽ മാസത്തിൽ ഒരു ദിവസം ചിക്കൻ മന്തി, ചിക്കൻ ബിരിയാണിയോ നൽകുമെന്ന് PTA പ്രസിഡന്റ് V മുകേഷ് പറഞ്ഞു. അതുപോലെ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. മെനു അനുസരിച്ച് മീറ്റ് ഉൾപ്പെടെ കൊടുക്കേണ്ടി വരുന്ന ഒരു ദിവസം വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള മന്തി, അതുപോലെ തന്നെ ബിരിയാണി, ഫ്രൈഡ് റൈസ് ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് PTAയുടെ അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ആലോചന. നമ്മളെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളെ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് ഈ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളെ PTA കമ്മിറ്റി മെമ്പറും അവരുടെ വൈഫും കൂടിയിട്ടാണ് ഇതിൻ്റെ പാചകം. അവർക്ക് പ്രത്യേകിച്ച് നന്ദിയാണ്. രാവിലെ 6 മണി മുതൽ നമ്മളെ സ്കൂളിൽ കിച്ചൺ സജീവമായി. നമ്മൾ PTA കമ്മിറ്റിയിൽ എക്സിക്യൂട്ടീവിൽ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് സ്പോർട്സ് മീറ്റും കൂടി നടക്കുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ദിവസം ഇങ്ങനൊരു വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് MPTA, SMC, PTA അംഗങ്ങളും നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും പാചക തൊഴിലാളികളും എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് ഇന്ന് ഇങ്ങനൊരു ചിക്കൻ മന്തി കൊടുക്കാം എന്നുള്ള ഒരു ധാരണയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനൊരു ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. മന്തി കഴിച്ചവരും ഇതുവരെ കഴിക്കാത്തവരും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു മന്തി സൂപ്പർ. ഒപ്പം മന്ത്രി മാമന് താങ്ക്സ്. ഭക്ഷണ മെനുവിൽ വരുത്തിയ മുമ്പൊന്നുമില്ലാത്ത മാറ്റം കുട്ടികളിലും രക്ഷിതാക്കളിലും വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും വരും നാളുകളിലും മെനുവിൽ വൈവിധ്യം കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും പ്രധാനാധ്യാപിക K ശ്രീകല പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നബിദിന വൈദ്യുതി അലങ്കാരത്തിന് വിജയികളെ പ്രഖ്യാപിച്ച് സൈജാസ് കല്ലൂരാവി. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് വിജയികളെ പ്രഖ്യാപിച്ചത്. നബിദിനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് പ്രദേശത്ത് വൈദ്യുതി അലങ്കാരത്തിന് വിജയികളെ പ്രഖ്യാപിച്ച് കല്ലൂരാവി സൈജാസ് ക്ലബ്ബ്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നബിദിനാലങ്കാരത്തിൽ മീനാപ്പീസിന് 1ാം സ്ഥാനവും ബാബാനഗറിന് 2ാം സ്ഥാനവും ഞാണിക്കടവിന് 3ാം സ്ഥാനവുമാണ് ക്ലബ് പ്രസിഡന്റ് കബീർ കല്ലൂരാവി, ജനറൽ സെക്രട്ടറി സഹദ് കല്ലൂരാവി, ട്രഷറർ CH ഇസ്ഹാബ് എന്നിവർ ചേർന്ന് പ്രഖ്യാപിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് സൈജാസ് കല്ലൂരാവി. ഇവിടെ ഇന്ന് ഈ ഒരു പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണം നമ്മുടെ നാട് നബിദിനമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഓരോ പ്രദേശത്തും മിന്നിച്ചറുകൾ കൊണ്ടും ഡെക്കറേഷനുകൾ കൊണ്ടും അലങ്കരിച്ച നാടിനുള്ള പ്രൈസും മൊമെന്റും പ്രഖ്യാപിക്കുന്ന വേളയിലാണ് നമ്മളിവിടെ പത്രസമ്മേളനം വിളിക്കാൻ മുതിർന്നത്. പ്രത്യേക നമ്മൾ ഒരു കമ്മിറ്റിനെ രൂപീകരിച്ച് 6 അംഗ കമ്മിറ്റി നമ്മുടെ നാട്ടിലും മറ്റു നാട്ടിലേക്കും ജഡ്ജസായി പോകുന്ന ജൂറി അംഗങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് 18 വീഡിയോസ് കാഞ്ഞങ്ങാട് മണ്ഡല പരിധിക്കുള്ളിലെ 18 മുൻനിരയുള്ള വീഡിയോസ് ഈ 6 ജൂറി അംഗങ്ങൾക്ക് നൽകപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വളരെ സസൂക്ഷ്മമായി പരിശോധിച്ചതുകൊണ്ട് ഓരോ നാടിലും ഓരോ വ്യത്യസ്തമായ രീതിയിലാണ് അലങ്കരിച്ചത്. 1ാം സ്ഥാനം നേടിയവർക്ക് CH ഷംസുദ്ദീൻ കല്ലൂരാവി 8000 രൂപയുടെ പ്രൈസ് മണിയും ഫലകവും, 2ാം സ്ഥാനം നേടിയവർക്ക് 4000 രൂപയും ഫലകവും, KK സുബൈറും, 3ാം സ്ഥാനം നേടിയവർക്ക് അഷ്റഫ് ബാവാനഗറും സമ്മാനം നിർവഹിക്കും.
അതാത് നാട്ടിലെത്തിയാണ് ഇവർക്ക് അവാർഡ് തുകയും ഫലകവും നൽകുക എന്നും സൈജാസ് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡേറ്റിംഗ് ആപ്പ് ഉപയോഗപ്പെടുത്തി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവം. കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പോലീസ് പെട്രോളിംഗിനിടെ കാർ പോലീസ് വാഹനം ഇടിച്ച് കുഴിയിലിട്ടു. കാസർഗോഡ് ബേഡകത്താണ് സംഭവം. കർണാടകയെ നടുക്കിയ ചാഡ്ചൻ SBI ശാഖയിലെ കൊള്ളയിൽ പോലീസ് അന്വേഷണം ഊർജിതം. സ്വർണത്തിന്റെയും പണത്തിന്റെയും ഒരു ഭാഗം കണ്ടെത്തി. കാസർഗോഡ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗ് നടന്നു. 15 പരാതികൾ പരിഗണിച്ചു. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂരിൽ തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു ഉദ്ഘാടനം ചെയ്തു. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം 21-ന് ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. കാഞ്ഞിരപ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഉച്ചഭക്ഷണ മെനുവിൽ ചിക്കൻ മന്തി. കുട്ടികളിൽ കൗതുകവും സന്തോഷവും നിറച്ച് ഉച്ചഭക്ഷണ മെനു.